ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. മഹേന്ദ്ര സാറ് വണ്ടി കഴുകുന്നിടത്ത് വന്നിട്ട് മഹേഷ് ചോദിക്കുകയാണ്, എന്താ അമ്മാവാ, സുഖമായിട്ടിരിക്കുന്നോ? പെട്ടെന്നാണ് മഹേന്ദ്ര സാറ് തിരിഞ്ഞു നോക്കുന്നത്. മഹേഷിനെ കാണുന്നതും അപ്പോഴാണ്. എന്താ അമ്മാവാ ഇങ്ങനെ നോക്കുന്നേ? ഞാനെങ്ങനെ ഈ വീട്ടിൽ എത്തിയെന്നോ? വീണ്ടും വന്നത് മേഘാ മേഡത്തിൻ്റെ ഡ്രൈവറായിട്ടാണ്. ഇതേസമയം മനോഹരൻ എല്ലാം പുറത്തു നിന്ന് കാണുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. ആർക്കും എന്നെ ഇനി ഇവിടുന്ന് പറഞ്ഞുവിടാൻ കഴിയില്ല. അത് കേട്ട് മഹേന്ദ്ര സാർ ചോദിക്കുകയാണ്, ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേഘ നിന്നെ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതാണോ? ഞാൻ പറയുന്നത് കേട്ടോ, അടുത്ത പ്രാവശ്യം നിന്നോടൊപ്പം അവളും ജയിലിലേക്ക് വരും. ഓ, അത് അധികം വൈകാതെ തന്നെ ഉണ്ടാവും. അപ്പം മഹേഷ് പറയാണ്, അത് നടന്നു കഴിയുമ്പോൾ നോക്കാം. അല്ല അമ്മാവാ, എൻ്റെ ഭാര്യ എവിടെ പോയി? ഏയ്, ഒരിക്കൽ കൂടി നീ ചന്ദ്രികയെ ഭാര്യ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകും. ചന്ദ്രിക എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരുമോ? നിങ്ങൾക്ക് ദേഷ്യം വരുമെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയും എന്ന് പറഞ്ഞ് മഹേഷ് ചിരിക്കുകയാണ്. മനോഹരനും അവിടെ നിന്ന് സിറ്റൗട്ടിൽ നിന്നിട്ട് എന്ന് പറയാണ്. അപ്പം മഹേഷ് വീണ്ടും പറയാണ്, ചന്ദ്രിക എൻ്റെ ഭാര്യയാണ്. നിങ്ങൾ എൻ്റെ അമ്മാവനും നിങ്ങളുടെ ഭാര്യ ലക്ഷ്മിയെ എൻ്റെ അമ്മായിയും. ഇനി അങ്ങോട്ട് നിങ്ങളെ ഞാൻ അങ്ങനെയേ വിളിക്കൂ. അത് കേട്ട് മനോഹരൻ, അതന്നെ, നീ ഇനി ഒരിക്കൽ കൂടി എന്നെ അമ്മാവ എന്ന് വിളിച്ചാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല. എന്താ അമ്മാവ, അടിക്കണോ എന്നെ എന്ന് പറഞ്ഞ് മഹേഷ് മഹേന്ദ്ര സാറിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇതിലടിച്ചോ, അമ്മാവൻ്റെ കൈകൊണ്ട് അടി വാങ്ങിക്കുന്നത് ഒരു സുഖമല്ലേ അമ്മാവ? അടിക്കമ്മാവ എന്ന് പറഞ്ഞ് മഹേഷ് വീണ്ടും അടുത്തോട്ട് പോയി. മഹേന്ദ്രൻ സാറ് അടിക്കാനായി കൈ ഓങ്ങിയപ്പോഴേക്കും മഹേഷ് കയറി പിടിച്ചു. ഏയ്, എന്താ അമ്മാവാ, തന്നോളം വളർന്നൊരു മരുമകനെ അടിക്കുന്നത് തെറ്റല്ലേ? അതൊക്കെ കണ്ട് മനോഹരൻ അവിടെ നിന്ന് എന്ന് പറഞ്ഞ് ആസ്വദിക്കുകയാണ്. മഹേഷ് ആണെങ്കിലോ മഹേന്ദ്രൻ സാർ അടിക്കാനായി ഓങ്ങിയ കൈ പിടിച്ച് ബാക്കിലേക്ക് ഞെരിച്ചു കൊണ്ടുപോവുകയാണ്. അടിക്കാനായി ഓങ്ങിയ കൈയുണ്ടല്ലോ, ഞാൻ പിടിച്ച് ഓടിച്ചു കളയും എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ സാറിനെ തറയിലേക്ക് തള്ളിയിട്ടു. അയ്യോ, എന്താ അമ്മാവാ, ചെറുതായിട്ടൊന്ന് തള്ളിയപ്പോൾ ഇങ്ങനെ പോയി വീണോ? അപ്പോൾ കുറച്ചുകൂടി ശക്തിയായിട്ട് തള്ളിയാൽ നിങ്ങൾ ചത്തുപോകുമല്ലോ വീണ്. ഏയ്, നീ എന്നെ അടിച്ചോ എന്ന് പറഞ്ഞ് മഹേന്ദ്ര സാർ വീണ്ടും എണീറ്റ് മഹേഷിനെ അടിക്കാനായി പോവാണ്. വീണ്ടും മഹേന്ദ്ര സാറിനെ അടിച്ച് തള്ളി താഴെയിട്ടു. അപ്പോൾ മനോഹരൻ അത് കലക്കി. മഹേന്ദ്ര സാറ് വീണ്ടും എണീറ്റ് വന്ന് പറയാണ്, നീ ആരുടെ മേലെ കൈവച്ചെന്നറിയാവോ എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വീണ്ടും മഹേന്ദ്ര സാറിനെ അടിക്കാനായി കൈ ഓങ്ങി. ആ കൈയിൽ കയറിയിട്ട് പിടിച്ചു. അത് മറ്റാരും ആയിരുന്നില്ല, സിദ്ധു ആയിരുന്നു മഹേഷിൻ്റെ കയ്യിൽ കയറി പിടിച്ചത്. പിന്നെ അതിനുശേഷമുള്ള അടി സിദ്ധുവും മഹേഷും ചേർന്നായിരുന്നു. സിദ്ധുവും മഹേഷും ചേർന്ന് പിന്നെ അവിടെ പൊരിഞ്ഞ അടിയായി. മഹേഷിനെ തള്ളി താഴെ ഇട്ടിട്ട് സിദ്ധു ചോദിക്കുകയാണ്, അങ്കിളേ ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല സിദ്ധു. നീ ആദ്യം ഇവൻ്റെ കൈ ഒടിക്ക്. ഇവൻ്റെ കൈ ഒടിക്ക് സിദ്ധു. അവൻ വീണ്ടും എണീറ്റ് വരികയാണ്. മഹേഷ് വീണ്ടും കളിയാക്കിയിട്ട് പറയാണ്, അമ്മാവ, എന്താ അമ്മാവ, മരുമകൻ്റെ കൈയൊടിക്കാൻ പറയുന്നു? അമ്മാവൻ ഈ പറയുന്നത് ന്യായമാണോ അമ്മാവ? എൻ്റെ അമ്മാവനെ തല്ലിയിട്ട് നിന്ന് ഡയലോഗ് അടിക്കുന്നു. നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് വീണ്ടും സിദ്ധു അടിക്കാനായിട്ട് വരികയാണ്. പിന്നെ സിദ്ധു അടിച്ചവനെ താഴെയിട്ട് മഹേന്ദ്ര സാറ് പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ കൈ ബാക്കോട്ട് പിടിച്ച് വലിച്ച് ഒടിക്കായിരുന്നു. മഹേന്ദ്ര സാറ് പറയുകയും ചെയ്യുന്നുണ്ട്, അവനെ വിടരുത് സിദ്ധു, അവൻ്റെ കൈ ഒടിക്കുക, അവൻ്റെ കൈയാണ് നീ ആദ്യം ഒടിക്കേണ്ടത്. അത്രയും സമയം അടി കണ്ട് ആസ്വദിച്ചിരുന്ന മനോഹരൻ പറയാണ്, അയ്യയ്യോ, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. അയ്യയ്യോ, അടിക്കാൻ ചെന്നവൻ്റെ ഒരു കൈ ഒടിച്ചെങ്കിൽ അവനെ പറഞ്ഞു വിട്ടവൻ്റെ രണ്ട് കൈയും ഒടിക്കുമല്ലോ. ഇനിയിപ്പോൾ ഒന്നും അറിയാത്തതുപോലെ അങ്ങ് നടക്കാം. മഹേഷാണെങ്കിലോ കൈ ഒടിച്ചത് കാരണം അവിടെ കിടന്ന് പിടക്കുകയാണ്. ഏയ്, ഒരിക്കൽ കൂടി നീ ഇനി എൻ്റെ അങ്കിളിൻ്റെ നേരെ കൈ ഉയർത്തിയാൽ നിൻ്റെ കൈയല്ല ഞാൻ ഒടിക്കുന്നത്, നിൻ്റെ തല ഞാൻ വെട്ടിക്കളയും. മെല്ലെ പതിയെ, അതായത് മഹേഷ് അവിടെ നിന്നും എഴുന്നേറ്റു. അപ്പോൾ സിദ്ധു പറയാണ്, എന്താടാ വീണ്ടും നീ ഇവിടെ തന്നെ നിൽക്കുന്നത്? അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, വേണ്ട സിദ്ധു, വേണ്ട, ഇനി അടിക്കണ്ട, മതി, ഇനി അവനെ വിട്ടേക്ക്. അങ്കിളൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. ഹോസ്പിറ്റലിൽ എങ്ങാനും പോണോ? വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല. മഹേന്ദ്ര സാറ് സിദ്ധുവിനോട് പറയാണ്, ഇവിടെ നടന്നതൊന്നും ചന്ദ്രികയോടും ലക്ഷ്മിയോടും പറയരുത്. അറിഞ്ഞാൽ വല്ലാതെ വിഷമിക്കും. ഇല്ലങ്ങളെ, ശരിയങ്ങളെ, അത് ഞാൻ നോക്കിക്കോളാം. മഹേഷ് വിളിക്കുകയാണ്, എടാ സിദ്ധു, എൻ്റെ ദേഹത്ത് നീ കൈവച്ച് അല്ലേ? ഇതിന് പകരം ചോദിക്കാതെ നിന്നെ ഞാൻ വിടില്ലടാ.
എന്നിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ നീ അകറ്റി, എൻ്റെ ഭാര്യയെ നീ അകറ്റി. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, ഒരിക്കലും വിടില്ല. ചന്ദ്രികയുടെ മുമ്പിലും എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിലും നീ എന്നെ മോശക്കാരനാക്കി. നല്ലവനായി ചമഞ്ഞ് ഞങ്ങളെ അകറ്റി അല്ലേ? ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം നിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടക്കില്ലടാ. അത് കേട്ട് സിദ്ധു ഒന്ന് ഞെട്ടി. എങ്കിലും അതിനേക്കാൾ ഞെട്ടിയത് മഹേന്ദ്രൻ സാറാണ്. മഹേന്ദ്രൻ സാർ അറിയാത്ത കാര്യമാണല്ലോ. പെട്ടെന്ന് മഹേന്ദ്രൻ സാർ വിചാരിക്കുകയാണ്, എന്താ ഇവനീ പറയുന്നതെന്ന്. ഞാനത് നടത്തില്ല എന്ന് പറഞ്ഞ് കതച്ചുകൊണ്ട് അവൻ പോവാണ്. മഹേന്ദ്രൻ സാറ് കാര്യം അറിയാതെ എന്താ എങ്ങനെയാ എന്നൊന്നും അറിയാതെ സിദ്ധുവിനെ നോക്കുകയാണ്, ആലോചിക്കുകയും ചെയ്യാണ്. ഒടുവിൽ ചോദിക്കുകയാണ്, സിദ്ധു, ഇപ്പം മഹേഷ് പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം എന്താടാ? സിദ്ധു, ഞാൻ നിന്നോടാ ചോദിച്ചത്, പറ മോനെ. നിനക്ക് ചന്ദ്രിയെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് മഹേഷ് പറഞ്ഞിട്ട് പോകുന്നു. അവനത് പറഞ്ഞിട്ടും നീ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മോനെ? വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് അപ്പം തന്നെ ദേഷ്യം വരുമല്ലോ. ഇപ്പോൾ മഹേഷ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നീ ഒന്നും പറയുന്നില്ലല്ലോ. എന്താന്ന് പറ സിദ്ധു. കാരണം മഹേഷ് പറഞ്ഞതിൽ സത്യമുണ്ടങ്ങളെ. എന്ന് വെച്ചാൽ നീ നീ അതെ അങ്കിളെ, ഞാൻ ചന്ദ്രികയെ സ്നേഹിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് എന്നോട് നേരത്തെ പറയാതെന്നത് മോനെ? അത് അല്ലെങ്കിലേ അങ്കിളിനോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ. എന്നാൽ അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. എന്താ മോനെ, ഞാൻ നിന്നോട് ഒരു ഫ്രണ്ടിനെ പോലെയല്ലേ ഇടപഴകുന്നത്. എന്നോട് നീ എന്തെങ്കിലും പറയുന്നതിന് മടിക്കുന്നത് എന്തിനാ? ചന്ദ്രിക കല്യാണം കഴിയാത്ത പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ അങ്കിളിനോട് പറയുമായിരുന്നു. അവൾക്കാണെങ്കിൽ നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞു ഒരു കുഞ്ഞുമുണ്ട്. അങ്ങനെയുള്ളവളെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അങ്കിള് എങ്ങനെ കരുതും എന്ന് വിചാരിച്ചിട്ടാ. സിദ്ധു, ഞാൻ അത്തരം പിന്തിരിപ്പൻ സ്വഭാവക്കാരനല്ല. നിനക്ക് ഇപ്പോഴാണ് എന്നെ മനസ്സിലായത് മോനെ. ഇല്ല അങ്കിളെ, ഇത് ഞാൻ അങ്കിളിനോട് പറയാതിരുന്നത് വലിയ തെറ്റ് തന്നെയാണ്. എന്നോട് ക്ഷമിക്കങ്കിളെ. ശരി, അത് പോട്ടെ. നീ ചന്ദ്രികയെ സ്നേഹിക്കുന്നു, ശരി തന്നെ. ചന്ദ്രിക നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടങ്കിളെ. പക്ഷേ അങ്കിളെ, എന്താ മോനെ അത്? ഞാൻ ചന്ദ്രികയെ സ്നേഹിക്കുന്നതിനോട് അമ്മയ്ക്ക് ഒരു യോജിപ്പുമില്ല. ഞാൻ ഒരുപാട് തവണ അമ്മയോട് പറഞ്ഞു നോക്കി. അതനുസരിക്കാതെ ഞാൻ അവളെ വിവാഹം കഴിച്ചാൽ അമ്മ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചന്ദ്രിക എന്നെ സ്വീകരിക്കാതിരിക്കുന്നതും. ഒരു അമ്മയെന്ന നിലയിൽ ജാനകിക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നീ ചന്ദ്രികയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതും അവൾക്കത് ഒരു ഷോക്കായിരിക്കും. അങ്കിളെ, എന്താ അങ്കിളുടെ അഭിപ്രായം? അങ്കിള് ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ മോനെ. സത്യം പറഞ്ഞാൽ ഞാനും ലക്ഷ്മിയും ചന്ദ്രികയ്ക്ക് നിന്നെപ്പോലെ ഒരു പയ്യനെ കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്ന് പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഇക്കാര്യം നിൻ്റെ അമ്മായിയോട് പറഞ്ഞാൽ അവൾ ഒരുപാട് സന്തോഷിക്കും. അങ്കിളെ, എനിക്കിത് മാത്രം മതി. പകുതി പ്രശ്നം തീർന്നതുപോലെയായി. പക്ഷേ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ല പേടിയുമുണ്ട്. ഞാനിത് ജാനകിയോട് സംസാരിക്കാൻ മോനെ, നീ വിഷമിക്കണ്ട. ഒരുപാട് സന്തോഷമുണ്ട് അങ്കിളെ. ചന്ദ്രികയും നീയും ഒരുമിക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചാൽ അത് പിന്നെ ആർക്കും തടയാനാവില്ല. മഹേന്ദ്രൻ സാറ് നേരെ ലക്ഷ്മിയുടെ അടുത്തേക്കാണ് പോയത്. ലക്ഷ്മി ഡ്രസ്സൊക്കെ മടക്കി വെക്കാണ്. ലക്ഷ്മി, ചന്ദ്രിക എവിടെ? മാർക്കറ്റിൽ പോയി. എന്താ ഏട്ടാ? ഓ അതെയോ. പിന്നെ ലക്ഷ്മി, ഇവിടെ എന്തെങ്കിലും സീഡ്സ് ഇരിപ്പുണ്ടോ? പെട്ടെന്ന് സീഡ്സ് എന്തിനാ ഏട്ടന്? എന്താ അത്യാവശ്യമായിട്ട് സീഡ്സൊക്കെ ചോദിക്കുന്നു? അത് ഞാൻ പറയാം. ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. എന്തിനാ ഏട്ടാ? നീ എടുക്ക്, ഞാൻ പറയാം. ശരി. ഇതാ ഏട്ടാ പഞ്ചസാര. ഒരു സ്പൂൺ പഞ്ചസാര കോരി ലക്ഷ്മിയുടെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് പറയാണ്, ഇതാദ്യം കഴിക്ക്, എന്നിട്ട് പറയാം. മഹേന്ദ്രൻ സാറും ഒരു സ്പൂൺ പഞ്ചസാര വായിലിട്ടു. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഇന്ന് ഏട്ടൻ വളരെയധികം സന്തോഷത്തിലാണല്ലോ. എന്താ ഏട്ടാ കാര്യം? കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ നീയും ഒരുപാട് സന്തോഷിക്കും. അതെയോ? അങ്ങനെ എന്ത് കാര്യം ഏട്ടാ? പറയാം. നമ്മളെ സിദ്ധു ചന്ദ്രിയെ സ്നേഹിക്കുന്നു. ലക്ഷ്മി ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് സന്തോഷത്തോടെ ചിരിച്ചു വരികയാണ്. ഏട്ടൻ ഈ പറയുന്നത് സത്യമാണോ? ശരിക്കും സത്യം തന്നെയാ. ഇപ്പം ഞാൻ സിദ്ധുവിനോട് സംസാരിച്ചിട്ട് വന്നതേയുള്ളൂ. അവനാ പറഞ്ഞത്. അതുകൊണ്ടാണ് നിന്നോടും പറയാൻ വേണ്ടി ഓടി വന്നത്. അത് കേട്ട് ലക്ഷ്മി ചിരിക്കുകയാണ്. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഏട്ടാ. എനിക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല. പക്ഷേ സിദ്ധു വളരെ നല്ല പയ്യനാ ലക്ഷ്മി. എത്ര വിവേകത്തോടെയാണ് ചിന്തിച്ചതെന്ന് നോക്ക്. അതേ ഏട്ടാ, കല്യാണം കഴിഞ്ഞ പെണ്ണ്, അതും ഒരു കുഞ്ഞിൻ്റെ അമ്മ,
സ്വീകരിക്കാൻ ആർക്കാരും ബുദ്ധിമുട്ടുണ്ടാവും. സിദ്ധുവിനെ എപ്പോഴും എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ അവൻ എൻ്റെ മനസ്സിൽ വളരെ ഉയർന്ന സ്ഥാനത്തെത്തി. ലക്ഷ്മി പറയാണ്, സത്യമായിട്ടും സിദ്ധുവിനെക്കുറിച്ച് ആലോചിച്ചാൽ വളരെ അഭിമാനം തോന്നുന്നു. സിദ്ധു ചന്ദ്രികയെ ഇഷ്ടപ്പെടുന്നത് ശരി. ചന്ദ്രികയ്ക്ക് സിദ്ധുവിനെ ഇഷ്ടമാണോ? ചന്ദ്രികയ്ക്കും അവനെ ഇഷ്ടമാണെന്ന്. ആ, ഏട്ടൻ പറഞ്ഞത് സത്യമാണോ? കല്യാണമേ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു നിന്ന ചന്ദ്രിക, അവൾ അങ്ങനെ പറഞ്ഞ് വാശിയായിട്ടിരുന്നതല്ലേ. എങ്ങനെയാ സിദ്ധുവിനെ ഇഷ്ടപ്പെട്ടെ? ഇതിൽ അത്ഭുതപ്പെടാൻ എന്താ ഉള്ളത്? സിദ്ധുവിനെ പോലെ ഒരു പയ്യനെ ആർക്കാ വേണ്ടാന്ന് വെക്കാൻ പറ്റുക? ഏട്ടൻ പറഞ്ഞത് ഭയങ്കര ശരിയാ. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനം, സന്തോഷം തോന്നുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് ലക്ഷ്മി. എന്താ ഏട്ടാ? ജാനകിക്ക് സിദ്ധു ചന്ദ്രികയെ സ്നേഹിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഏട്ടാ, ഏട്ടൻ ജാനകിയോട് ഒന്ന് സംസാരിച്ച് നോക്ക്. ഞാനും അതാ വിചാരിക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പായി ആദ്യം ഇത് ചന്ദ്രികയോട് സംസാരിക്കണം. ചന്ദ്രിക ഒരു മടിയുമില്ലാതെ സിദ്ധുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നീടുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ചന്ദ്രിക വന്നാലുടൻ തന്നെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അവിടെ ചെന്നിട്ട് നമുക്ക് അവളോട് ചോദിക്കാം. നമ്മൾ പെട്ടെന്ന് ചോദിച്ചാൽ അവൾക്ക് ചിലപ്പോൾ സങ്കടം തോന്നിയിരിക്കും. ശരിയാ, ചന്ദ്രിക വന്നാലുടൻ അവളെയും കൊണ്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. ശരി ഏട്ടാ. രണ്ടുപേരും സന്തോഷത്തോടെ അപ്പുറവും ഇപ്പുറവും നോക്കി ചിരിക്കുകയാണ്. പിന്നെ ചന്ദ്രികയെയും കൂട്ടി രണ്ടുപേരും ക്ഷേത്രത്തിൽ വന്നു. എന്നിട്ട് കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ പറയാണ്, വാ ചന്ദ്രികയെ. എന്താ അമ്മേ പെട്ടെന്ന് അമ്പലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നേ? എന്താ വിശേഷം? എല്ലാം നല്ലതിന് വേണ്ടിയാ, വാ. ഒരു മിനിറ്റ് ചന്ദ്രികയെ, നിൻ്റെ കൈകൊണ്ട് ഈ പണം ഇവിടെയുള്ള എല്ലാവർക്കും കൊടുക്ക് എന്ന് മഹേന്ദ്ര സാർ പറഞ്ഞിട്ട് കുറച്ച് പൈസ അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. വാങ്ങിച്ചോ? ശരി, ഇവിടെയുള്ള എല്ലാവർക്കും ഇത് ദാനം ചെയ്. പിന്നെ ചന്ദ്രികയുടെ പിന്നാലെ തന്നെ പോവുകയാണ് ലക്ഷ്മിയും മഹേന്ദ്ര സാറും. വരൂ. ആരുടെ പേരിലാണ് അർച്ചന ചെയ്യേണ്ടത്? ഇതാ പൂജാരി, ഭഗവാന്റെ പേരിൽ അർച്ചന ചെയ്തേക്ക്. ചെയ്യാം. പൂജാരി അർച്ചന ചെയ്ത് കഴിഞ്ഞ് വന്ന് അവർക്ക് പ്രസാദമൊക്കെ കൊണ്ടു കൊടുത്ത്, അപ്പോൾ എല്ലാവരും പ്രസാദമൊക്കെ തൊട്ട് വെച്ച് പൂജാരിക്കുള്ള പണമൊക്കെ കൊടുക്കുകയാണ്. പോവാട്ടാ. നമുക്കെല്ലാവർക്കും ഇവിടെ ഇരിക്കാം. അപ്പോൾ ചന്ദ്രിക പറയാണ്, അമ്മേ നിങ്ങളിവിടെ ഇരിക്ക്, ഞാൻ പോയി ക്ഷേത്രം വലത് വെച്ചിട്ട് വരാം. ശരി മോളെ. അങ്ങനെ ചന്ദ്രിക ക്ഷേത്രം വലത് വെച്ചിട്ട് വന്ന് എന്നിട്ട് പറയാണ്, അമ്മേ പോവാം. ചന്ദ്രികയെ, നീ ഒന്ന് ഇവിടെ ഇരുന്നേ, നിന്നോട് കുറച്ച് സംസാരിക്കണം. അപ്പം മഹേന്ദ്ര സാറും പറയാണ്, ഇരിക്കും മോളെ. എന്താ അമ്മേ? ഇരിക്ക്, പറയാം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മടിക്കാതെ ഉത്തരം പറയണം. ചോദിക്കമ്മേ. ഏട്ടൻ ചോദിക്കേ. ഇല്ല, നീ തന്നെ ചോദിക്ക് ലക്ഷ്മി. ഏട്ടൻ തന്നെ ചോദിക്ക്. എന്തിനാ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ മടിക്കുന്നേ? ഇങ്ങനെ എന്ത് കാര്യമുള്ളേ? പറയമ്മേ. മഹേന്ദ്ര സാർ പറയാണ്, ശരി, ഞാൻ തന്നെ ചോദിക്കാം. ചന്ദ്രികയെ, ഞാൻ ചുറ്റി വളയാതെ നേരെ തന്നെ കാര്യത്തിലേക്ക് വരാം. സിദ്ധാർത്ഥും നീയും പരസ്പരം സ്നേഹിക്കുന്നുണ്ടോ? ചന്ദ്രിക ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, പറയൂ ചന്ദ്രികയെ, നീയും സിദ്ധാർത്ഥും തമ്മിൽ ഇഷ്ടത്തിലാണോ? അപ്പോൾ ചന്ദ്രിക ഒന്നും പറയാത്തത് കണ്ടിട്ട് ലക്ഷ്മി പറയാണ്, ചന്ദ്രികയെ, സിദ്ധു എല്ലാ കാര്യങ്ങളും ഏട്ടനോട് പറഞ്ഞു. സിദ്ധാർത്ഥിന് നിന്നെ വിവാഹം കഴിക്കാൻ പൂർണ്ണ സമ്മതമാണ്. നിന്റെ തീരുമാനം എന്താ? പറയൂ. എൻ്റെ തീരുമാനത്തെക്കാളും ഇതിൽ പ്രധാനം ജാനകി മേഡത്തിൻ്റെ തീരുമാനമല്ലേ? ഞങ്ങൾ സ്നേഹിക്കുന്ന കാര്യം ജാനകി മേഡത്തിന് ഇത് നേരത്തെ അറിയാം. പക്ഷേ മേഡം എന്നെ മരുമകളായി സ്വീകരിക്കില്ലെന്ന് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഞാനും സിദ്ധുവിനോട് അമ്മയുടെ സമ്മതമില്ലാതെ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, മുമ്പുണ്ടായിരുന്ന ചന്ദ്രിക വേറെ, ഇപ്പോൾ ഉള്ള ചന്ദ്രിക വേറെ. ഇതിനു മുമ്പ് ജാനകി നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അവൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അവൾ അങ്ങനെ പറയുകയുമില്ല. ഉറപ്പായും അവൾ നിന്നെ മരുമകളായി സ്വീകരിക്കും. ജാനകി നിന്നെ മരുമകളായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ സിദ്ധുവിനെ വിവാഹം കഴിക്കുമല്ലോ. ഇതിൽ നീ ഉറച്ചു നിൽക്കുമോ? ജാനകി മേഡം എന്നെ അംഗീകരിച്ചാൽ, നിങ്ങൾക്ക് രണ്ടാൾക്കും ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും സിദ്ധു സാറിനെ ഞാൻ വിവാഹം കഴിക്കാം. അത് കേട്ട് അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് സിദ്ധുവിനോട് ചന്ദ്രിക പറയാണ്, എന്തിനാ സാറേ ഇത്രയും പെട്ടെന്ന് അച്ഛനോടും അമ്മയോടും ഇക്കാര്യം പറഞ്ഞേ? ഇന്നല്ലെങ്കിലും ഇനി എന്നായാലും അങ്കിളിനോട് സത്യം തുറന്ന് പറഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അങ്കിളിനോട് പറഞ്ഞു. ഞാൻ ഡിവോഴ്സായ ആളാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയും. ഞാൻ വിവാഹം കഴിക്കാത്ത ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാർ എന്ത് കരുതും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വല്ലാതെ വിഷമിച്ചത്. സിദ്ധു പറയാണ്, പക്ഷേ നമ്മൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അങ്കിൾ ശരിക്കും സന്തോഷിക്കുക ചെയ്തത്, അറിയോ?
പക്ഷേ സാറിൻ്റെ അമ്മ ഇതിന് ഒരിക്കലും സമ്മതിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നുമല്ല ചന്ദ്രികയെ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സാറിൻ്റെ അമ്മ സമ്മതിക്കാതെ ഈ കല്യാണം നടക്കില്ല സാർ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അതും അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.